എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിസര പഠനം ക്ലാസ് എല്ലാവരും കണ്ടുവല്ലോ അല്ലേ? അതിൽ 3 പ്രവർത്തനങ്ങളായിരുന്നു നമുക്ക് ചെയ്യാനായി തന്നിരിക്കുന്നത്. അതിലെ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. അതിൽ 3 സമരങ്ങൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം, ഖേഡ സമരം, അഹമ്മദാബാദ് തുണിമിൽ സമരം. അപ്പോൾ ഈ 3 സമരങ്ങളും പട്ടികപ്പെടുത്താനായിരുന്നു. പട്ടികപ്പെടുത്തുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം? ക്രമ നമ്പർ വേണം. 2ാമത്തെ കോളത്തിൽ സമരത്തിൻ്റെ പേര്, 3ാമത്തെ കോളത്തിൽ അതിൻ്റെ വർഷം, 4ാമത്തെ കോളത്തിൽ ഏത് സംസ്ഥാനത്താണ്, അടുത്ത കോളത്തിൽ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു, ഇതാണ് എഴുതേണ്ടത്. അതിൽ ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്, ചമ്പാരൻ സത്യാഗ്രഹം. ഒന്ന് നോക്കാം. ക്രമ നമ്പർ 1 സമരം ചമ്പാരൻ സത്യാഗ്രഹ, വർഷം 1917, 1917. സംസ്ഥാനം ഏതാണ്? ബീഹാർ. സ്പെഷ്യൽ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ. ഒന്നാമത്തെ നോക്കൂ. കർഷകരുടെ ദുരിതങ്ങൾ, മിസറി ഓഫ് പെസൻസ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമര പരീക്ഷണം. ഗാന്ധിജീസ് ഫസ്റ്റ് സത്യാഗ്രഹ എക്സ്പെരിമെൻറ്റ് ഇൻ ഇന്ത്യ. മൂന്നാമത്തെ എന്താണ്? നീലം കർഷകരുടെ വിഷമതകൾ കുറഞ്ഞു. ഹാർഡ്ഷിപ്പ് ഓഫ് ഇൻഡിഗോ പെസൻസ് റെഡ്യൂസ്ഡ്. ഇനി നമുക്ക് 2ാമത്തെ സമരം നോക്കാം. 2ാമത്തെ സമരം ഏതാണ്? ഖേഡ സമരം. ക്രമ നമ്പർ 2, സീരിയൽ നമ്പർ 2 ഇട്ടിട്ടുണ്ട്. സമരത്തിൻ്റെ പേരേതാണ്? ഖേഡ സമരം. ഖേഡ സത്യാഗ്രഹ എന്ന് പറയും. വർഷം 1918, 1918. സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇനി പ്രത്യേകതകൾ നോക്കാം. സ്പെഷ്യൽ ഫീച്ചേഴ്സ്. കർഷകർക്ക് മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്തു. മിസറി ഓഫ് പെസൻസ് ഡ്യൂറിങ് ഡ്രോട്ട്. ഗാന്ധിജിയുടെ സത്യാഗ്രഹം. നമ്മുടെ ഖേഡ സമരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഗാന്ധിജി അവിടെ സത്യാഗ്രഹം അനുഷ്ഠിച്ചു എന്നുള്ളത്. ഗാന്ധിജി ലെഡ് ദ സത്യാഗ്രഹ. ദെൻ തേർഡ് വൺ, നികുതി ഇളവുകൾ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട്, സത്യാഗ്രഹത്തിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? നികുതി ഇളവ് ചെയ്തു നൽകി. ടാക്സ് റേറ്റ് വാസ് റെഡ്യൂസ്ഡ്. ഇനി 3ാമത്തെ സമരം ഏതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. അത് നടന്ന വർഷം 1918, 1918. സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇനി പ്രത്യേകതകൾ നോക്കാം. സ്പെഷ്യൽ ഫീച്ചേഴ്സ്. ഒന്നാമത്തേത് തൊഴിലാളികളുടെ കൂലി വർധനവിനായി. അപ്പോൾ ഈ സമരം, അഹമ്മദാബാദ് തുണിമിൽ സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടിയിട്ടായിരുന്നു. ഡിമാൻഡ് ഫോർ ഇൻക്രീസിങ് ദ വേജസ്. സെക്കൻഡ് വൺ, ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമരം. ഇവിടെയും ഗാന്ധിജി സത്യാഗ്രഹ മുറയാണ് അനുഷ്ഠിച്ചത്. സ്ട്രൈക്ക് ലെഡ് ബൈ ഗാന്ധിജി. ദെൻ തേർഡ് വൺ, സമരത്തിൻ്റെ ഫലമായി തൊഴിലാളികൾക്ക് വർദ്ധിച്ച കൂലിയും ലഭിച്ചു. ആസ് എ റിസൾട്ട് ഓഫ് ദ സ്ട്രൈക്ക് വേജസ് ഇൻക്രീസ്ഡ്. ഇനി 2 പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടായിരുന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഗാന്ധിജിയുടെ കുറച്ച് കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിരുന്നു അല്ലേ? അതിൻ്റെ ബാക്കി ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളും കൂടെ ചേർത്ത് എഴുതാനായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം എഴുതുന്നതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾ എഴുതുക. നിയമവിദ്യാഭ്യാസത്തിന് ശേഷം വക്കീൽ ജോലിയുടെ ഭാഗമായി ദക്ഷിണാഫ്രിക്കയിൽ എത്തി. അവിടെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വംശീയ അനീതികളും ദയനീയ അവസ്ഥയും കണ്ട് ഇതിനെതിരെയുള്ള പോരാട്ടത്തിലൂടെ ഗാന്ധിജി പെട്ടെന്ന് അവരുടെ നേതാവായി. നീണ്ട സമരത്തിലൂടെയാണ് അദ്ദേഹം സത്യവും അഹിംസയും ആധാരമാക്കിയുള്ള സത്യാഗ്രഹ രീതി രൂപപ്പെടുത്തിയത്. അതിനാലാണ് ദക്ഷിണാഫ്രിക്കയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും 1915 ജനുവരി 9 മുംബൈ തുറമുഖത്ത് കപ്പലിറങ്ങി. 1917 ഏപ്രിൽ 16 ചമ്പാരൻ ജില്ലയിലെ തോട്ടം തൊഴിലാളികളെ ബ്രിട്ടീഷ് കരാർ വ്യവസ്ഥയിൽ അനുസരിച്ചുള്ള അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിൽ ഗാന്ധി ഇന്ത്യയിൽ വെച്ച് ആദ്യമായി അറസ്റ്റ് വരിച്ചു. പിന്നീട് 1917-18 കാലത്ത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഗുജറാത്തിലെ ഖേഡ കർഷക സമരം, അഹമ്മദാബാദിലെ തൊഴിൽ പ്രശ്നം തുടങ്ങിയവ ഒത്തുതീർപ്പാക്കി. 1917 ജൂണിൽ സത്യാഗ്രഹാശ്രമം സബർമതിയിലേക്ക് മാറ്റി.
പിന്നീട് ഇത് സബർമതി ആശ്രമം എന്നറിയപ്പെടാൻ തുടങ്ങി. അക്കാലത്ത് ടാഗോർ ആയിരുന്നു ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. അവിടെ നമുക്ക് സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട കുറച്ച് പൊതുവിജ്ഞാനം കൂടി ലഭിക്കുന്നുണ്ട്. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് വേണ്ടിയുള്ളത് കൂടി ഒന്ന് നോക്കാം. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് ലീഗൽ എഡ്യൂക്കേഷൻ he came to South Africa to work as a lawyer and saw the racial injustice suffered by Indians there. In the struggle against this, Gandhiji quickly became their leader, and through a long struggle he developed the Satyagraha system based on the truth and non-violence. That is why South Africa is described as Gandhiji's political laboratory. He landed in the port of Mumbai on 9th January 1915 from South Africa. Gandhiji was the first arrested in India on April 16th, 1917 in Champaran district during a struggle to free plantation workers from slavery under British terms. Later, as a result of his effort, 1917 to 1918, the Kheda peasant struggle in Gujarat was settled, and the labor issues in Ahmedabad was settled. In June 1917, the Satyagraha Ashram was renamed Sabarmati Ashram. It was Tagore at that time who first described Gandhiji as Mahatma. ഇനി നമുക്ക് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാകും, അതിൻ്റെ ബാക്കിയായി എഴുതുമല്ലോ. ഒന്നാമത്തേത് നോക്കുക. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയത് എന്ന്? 1915 ജനുവരി 9. When did Gandhiji return to India from South Africa? 1915 January 9. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയ ജനുവരി 9 ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് എന്നു മുതൽ? 2003 മുതൽ. Since when did the government of India start observing January 9 as Pravasi Day, the day Gandhiji returned from South Africa? From 2003. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. In which year did the Champaran Satyagraha take place? 1917. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം 1918. In which year did the Ahmedabad mill strike? 1918. ഖേഡ സമരം നടന്ന സംസ്ഥാനം? ഗുജറാത്ത്. Which is the state where the Kheda strike took place? ഗുജറാത്ത്. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന സംസ്ഥാനം? ഗുജറാത്ത്. Which the state where the Ahmedabad mill strike? ഗുജറാത്ത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്നും പ്രയോജനപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.